തൃശൂർ കോർപ്പറേഷൻ അധീനതയിലുള്ള തൃശൂർ ജനറൽ ആശുപത്രിയിലാണ് ഡയാലിസിസ് രോഗികൾ ബുദ്ധിമുട്ടിലായത്. രാവിലെ രോഗികൾ കൂട്ടത്തോടെ വന്ന് ആശുപത്രി ആർഎംഒയെയും സൂപ്രണ്ടിനെയും ഉപരോധിച്ചു. സൂപ്രണ്ട് ഇല്ലാത്തതിനാൽ ആർഎംഒയുടെ ഓഫീസിൽ രോഗികൾ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഏറ്റവും നല്ല രീതിയിൽ ഡയാലിസിസ് നടന്നു വന്നിരുന്ന ഹോസ്പിറ്റലാണ് തൃശൂർ ജനറൽ ആശുപത്രി. എന്നാൽ കഴിഞ്ഞ 10 മാസത്തോളമായി മെഷീനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. കാലാവധി പൂർത്തിയായ എല്ലാ മെഷീനുകളും ഒരുമിച്ച് പ്രവർത്തനരഹിതമായി. ഇതോടെയാണ് രോഗികൾ വലഞ്ഞത്. ചികിത്സിക്കാനാകുന്നില്ലെങ്കിൽ തങ്ങളെ ദയാവധം ചെയ്തു തരണമെന്നാണ് രോഗികൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ 11 വർഷമായി ഡയാലിസിസ് ചെയ്യണ പേഷ്യൻസ് പലരുണ്ട്. ഇപ്പോൾ നിലവിൽ 32 ആൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മെഷീനൊന്നും ശരിയില്ല. ഒന്നിലൂടെ വരുമ്പം വെള്ളമില്ല, പൈപ്പ് പൊട്ടി വെള്ളമില്ല, അല്ലെങ്കിൽ മെഷീൻ കേട്, നിങ്ങൾ വേറെ എവിടെ പോയി ചെയ്തോന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ആൾക്കാർ 10-16 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ സ്ഥിരം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ വേറെ എവിടെയും പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം? വേറൊരു ആശുപത്രിയിൽ പോയി നമ്മൾ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ ഒരു 7000 രൂപ ഇങ്ങനെ ചുരുങ്ങിയത് വേണം. 10 മാസമായി ഈ സൂപ്രണ്ട് ഞങ്ങളെ പറ്റിയിരുന്നു. അതായത് മെഷീൻ വന്നു കിടക്കണം. നാളെ വരും, മറ്റന്നാൾ വരും, നാളെ വരും, 10 മാസം. ഇന്നിപ്പോൾ അങ്ങേരെ വിളിച്ചിരിക്കുക ഞങ്ങൾ ഈ ഇതുണ്ടാവും. പലരും ഓരോരുത്തരും ഞങ്ങളുടെ ഈ ഡയാലിസിസുകാരുടെ കാല് നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഈ പറയുന്നത് ഭയങ്കര നീരായിട്ട് വന്നിരുന്ന ആൾക്കാരാണ്. ഒന്നിലെ ഞങ്ങളെ ഇവർ ദയാവധം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് ചെയ്ത് ഞങ്ങളുടെ കൊന്നു തരാം. അതല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം ഞങ്ങളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത്. അതോർത്ത് അതിനുള്ളൊരു സഹായം ഇവർ ഞങ്ങൾക്ക് ചെയ്തു തരാം. തുടർന്ന് രോഗികളും ആശുപത്രി അധികൃതരും തൃശൂർ കോർപ്പറേഷൻ അധികൃതരും നടന്ന ചർച്ചയിൽ മെഷീനുകൾ 4 എണ്ണം വ്യാഴാഴ്ച തന്നെ കൊണ്ടുവരാമെന്ന് ഉറപ്പു നൽകി. രോഗികൾക്കുള്ള ചികിത്സ വെള്ളിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്നും അറിയിച്ചു. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ച് രോഗികൾ മടങ്ങിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ഷാജൻ, BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C. മേനോൻ, ആശുപത്രി അധികൃതർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. രോഗികൾക്ക് വേണ്ടിയാണ് രഘുനാഥ് C. മേനോൻ ചർച്ചയിൽ പങ്കെടുത്തത്.